ഹായ് സുഹൃത്തുക്കളെ, പത്മശ്രീകളതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇപ്പോഴത്തെ തലമുറകളൊന്നും കണ്ടിട്ടില്ലാത്തൊരു കാഴ്ച കണ്ടത്. ഞാൻ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്, ഈ ജീവിതമൊക്കെ ആസ്വദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ച ഇപ്പോഴുള്ളൊരു തലമുറ എന്നെ കാണിച്ചു തരാനോ ആ ഒരു വിശേഷങ്ങളിലേക്കാണ് ഈ ഇന്നത്തെ വീഡിയോ പോകുന്നത്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. പാടുന്ന കണ്ണാലെ കണ്ടല്ലോ കുഞ്ഞണരൻ, കണ്ണാലെ കണ്ടല്ലോ കുഞ്ഞണരൻ. ആ പോകും പെണ്ണവേളേതാകുന്നു, ആ പോകും പെണ്ണവേളേതാകുന്നു. താഴ്ത്തുമടത്തിലെ ചീരുവാണേ, താഴ്ത്തുമടത്തിലെ ചീരുവാണേ. ഓടി കുളിക്കാനായി പോകാനല്ലോ, ഓടി കുളിക്കാനായി പോകാനല്ലോ. എന്നാലോ കേൾക്കൻ്റെ ചെങ്ങയ്യളെ, എന്ന കേൾക്കൻ്റെ ചെങ്ങയ്യളെ. കുളിക്കും കാടവിന് പോകുമ്പോൾ, കുളിക്കും കാടവിന് പോകുമ്പോൾ. ആ സംഭവം ഒരു തലക്ക് ഇതാളെയും ചോദിക്കാലോ, ഒരു തലക്ക് ഇതാളെയും ചോദിക്കാലോ. എന്നാലേ പോകുന്നു കുഞ്ഞണരങ്ക്, കള്ളത്തിനാരിലേക്കും പോകുന്നുണ്ട്. എന്തായി വന്നെൻ്റെ നായന്മാരോ, എന്താ വന്നെൻ്റെ നായന്മാരോ. ഒരു തലക്ക് താളി തരുക ചിരു, ഒരു തലക്ക് താളി തരുക ചിരു. കൊടുക്കാനായി താളി ഞാൻ കൊണ്ടുവന്നില്ല, കൊടുക്കാനായി താളി ഞാൻ കൊണ്ടുവന്നില്ല. എനിക്ക് വയ്ക്കാൻ താളിയെ ഞാൻ കൊണ്ടുവന്നുള്ളൂ, എനിക്ക് വയ്ക്കാൻ താളിയെ ഞാൻ കൊണ്ടുവന്നുള്ളൂ. മതി മതി മതി, ശ്വാസം മുട്ടുന്നുണ്ടെങ്കിൽ പാടണ്ട. സരോജ ചേച്ചിന്റെ പേര്? ഇപ്പൊ നിങ്ങളൊക്കെ പേരെന്താ? ദേവേച്ചി, രാധേച്ചി. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇപ്പോ ഇങ്ങനെ രാവിലത്തെ വൈകുന്നേരം വരെ ഉച്ചപ്പണിയാ? ഉച്ചപ്പണിയില്ലേ? കഴിഞ്ഞില്ലേ? 2 മണിയല്ലേ? ഇപ്പൊ ഇതിന് എത്ര കൂലിയുണ്ട്? 800 ഉറുപ്പ്യ ഉണ്ടല്ലേ? ആ, പണ്ടത്തെ പോലെ നല്ല, പണ്ടത്തെ പോലെ നല്ല മാറ്റമുണ്ടല്ലോ ഒരുപാട്. അപ്പോൾ ഞാനവിടെ നിന്ന് ഇടയ്ക്കും വന്നോളന്ന്, ഞാളിന്ന് നാട്ടിൽ കഴിഞ്ഞും പോയി. ഇങ്ങള് സമയവും വൈകിപ്പോയി, ഞാളോടെ നാട്ടിയത് കഴിഞ്ഞും പോയി. നേരത്തെ തന്നെ വരുകണ്ടായിനോ. അതും ഒരു പാട്ടാണ്. നല്ലൊരു പാട്ട് നിങ്ങൾക്ക് നല്ലൊരു അത് കലക്കിട്ടോ. എന്താ വെച്ചാൽ ഇപ്പം ഞാൻ എന്താ പറയുക, ഞാനിപ്പോൾ 2 മണി സമയത്ത് ഇവിടെ വരുന്നത്. അപ്പോൾ വേറെ പണി കഴിഞ്ഞിട്ടോ. അപ്പോൾ പണി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഫിനിഷായി. അപ്പോൾ ആ സമയത്താണ് ആ വൈകിയനെ പറ്റി ഒരു പാട്ട് സ്പോട്ടിൽ സരോജിനി ചേച്ചി അല്ലേ, സരോജിനി ചേച്ചി സ്പോട്ടിലൊരു പാട്ടുണ്ടാക്കിട്ടോ. ആ പാട്ട് അപ്പോൾ പാടി കേട്ടത് ഒരുപാട് സന്തോഷായിട്ടോ. അപ്പൊ എന്തായാലും അല്ല, അത് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പണി വരാനും വൈകി നമ്മളെ നാട്ടിൽ തീർന്നു പോയി. അപ്പൊ അവര് കഴിഞ്ഞതിനെ പറ്റി പെട്ടെന്ന് നിമിഷ കവി എന്ന് പറയും ശരിക്കും സരോജിനി ചേച്ചി. ആ സ്പോട്ടിൽ ഞാൻ തീരെ പ്രതീക്ഷയില്ല കേട്ടോ, ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഞാൻ വൈകി വന്നതിനെ പറ്റി ഒരു പാട്ടുണ്ടാക്കുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഒരു കാഴ്ച, നല്ല അടിപൊളി മനോഹരമായ സ്ഥലം കേട്ടോ. ഇത് നമ്മളെ കലാമണി ചേട്ടനൊക്കെ വന്ന് പാട്ട് പാടിയ കോട്ടല്. ഇത് ഈ അമ്പലത്തിൻ്റെ കൊയിലോത്തുംപടി അമ്പലത്തിൻ്റെ നേരെ മുന്നിലുള്ള സ്ഥലം കേട്ടോ. വയല് നല്ല അടിപൊളി സൂപ്പർ സ്ഥലമാണ്. ഇവിടെ എല്ലാ കൊല്ലവും ഞാട്ടിപ്പരിപാടി ഉണ്ടാവുന്നുണ്ടല്ലേ? അല്ല, ഇനിയിപ്പോൾ ഞാനങ്ങ് വരും, നിങ്ങൾ നമ്പർ ഞാട്ടിപ്പാട്ട് ഞാട്ടിപ്പണികളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യും കേട്ടോ. ചാനൽ വീഡിയോ ഷെയർ ചെയ്തെങ്കിലും കുഴപ്പമില്ല, ഇവരെ കമൻറ്റ് ചെയ്യണം. കാരണം പ്രത്യേകിച്ച് സരോജിനി ചേച്ചിൻ്റെ പാട്ടിന് ശരിക്കൊരു നല്ലൊരു കയ്യടി കൊടുക്കണം കേട്ടോ. നല്ലൊരു കയ്യടി, നല്ല അടിപൊളി പാട്ട്. നിമിഷം നേരം കൊണ്ട് ഉണ്ടാക്കിയൊരു പാട്ടാട്ടോ. സൂപ്പർ പാട്ടായിരുന്നു. ഒരു വയലാറിന് പോലും ഇങ്ങനെ എഴുതാനാവില്ല എനിക്ക്, അത്രയും നല്ല അടിപൊളി പാട്ടാണ്. എന്തായാലും ഒരു വലിയൊരു താങ്ക്സ് എല്ലാവർക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം.